നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിണറായി വിജയൻ സ്വന്തം ബാപ്പയെപ്പോലെയാണ് എന്നാണ് KT ജലീൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. തിരിച്ചുമുണ്ട് ആ പുത്രവാത്സല്യം. അതുകൊണ്ടാണ് ബന്ധുനിയമനവും മാർക്ക് ദാനവും വിവാദമായപ്പോഴും പിണറായി വിജയൻ KT ജലീലിനെ സംരക്ഷിച്ചത്. അതുകൊണ്ടാണ് തിരുവോണത്തിന് വീട്ടിലുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച് പാൽപ്പായസം കൊടുത്തയച്ചത്. അതെന്തോ ആകട്ടെ, ബാപ്പയുടെയും മോൻ്റെയും വ്യക്തിപരമായ കാര്യം. എന്നാൽ കള്ളക്കടത്ത് കേസിൽ ആ മകൻ ചോദ്യം ചെയ്യപ്പെട്ടാൽ, സ്വന്തം മകനായാൽ പോലും മന്ത്രിയാണേൽ പിടിച്ച് പുറത്താക്കണം. അവിടെ പുത്രവാത്സല്യവും പാൽപ്പായസവും ഒരു മാനദണ്ഡമാക്കരുത്. KT ജലീലിൻ്റെ രാജി ആവശ്യപ്പെട്ട് കേരളം മുഴുവൻ കത്തുമ്പോഴും തിരുവോണത്തിന് ജലീലിന് പാൽപ്പായസം കൊടുത്തയച്ചതിൻ്റെ മധുരമുള്ള സ്മരണകൾ അയവിറക്കുകയാണ് ക്ലിഫ് ഹൗസിൽ ഇരുന്നൊരാൾ. കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസി വിളിച്ച് ചോദ്യം ചെയ്തതിന് രാജി എന്തിന് എന്നാണ് സഖാക്കളുടെ ചോദ്യം. മന്ത്രിമാരായ EP ജയരാജനും AK ശശീന്ദ്രനും എതിരെ ആരോപണമുയർന്നപ്പോൾ രാജി ചോദിച്ചു വാങ്ങിച്ചവരാണ്. ഉന്നത IAS ഉദ്യോഗസ്ഥൻ M ശിവശങ്കറിനെ നിവൃത്തിയില്ലാതെ സസ്പെൻഡ് ചെയ്തതാണ്. ഇവർക്കില്ലാത്ത എന്ത് കൊമ്പാണ് ജലീലിനുള്ളത്? സർക്കാർ വാഹനം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറ്റിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു വാഹനത്തിൽ തലയിൽ മുണ്ടിട്ട് കള്ളനെപ്പോലെ ഒളിച്ചും പാത്തും സംസ്ഥാനത്തെ ഒരു മന്ത്രി ചോദ്യം ചെയ്യലിന് പോയത് എന്തിനാണ്? അരൂരിലെ വിവാദ വ്യവസായി അനസുമായി ജലീലിനുള്ള ബന്ധമെന്താണ്? റിട്ടയേർഡ് SIയുടെ മകൻ അനസ് ചെമ്മീൻ കച്ചവടക്കാരൻ കോതമംഗലത്തെ കോടീശ്വരനായി വളർന്നത് എങ്ങനെയാണ്? മാധ്യമപ്രവർത്തകർ വിവരം മണത്തറിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ എങ്ങും പോയില്ല എന്ന് മന്ത്രി കള്ളം പറഞ്ഞത് എന്തിനാണ്? മടിയിൽ കനമില്ലെങ്കിൽ മതഗ്രന്ഥങ്ങളുടെ മറവിൽ കടത്തിയത് സ്വർണമല്ല എങ്കിൽ ജലീൽ ഭയക്കുന്നത് എന്തിനാണ്? ED വിളിച്ചു, ഞാൻ പോയി, ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയെന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിവർത്തി പറയാൻ ജലീൽ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആര് പറഞ്ഞിട്ടാണ് മതഗ്രന്ഥങ്ങൾ മലപ്പുറത്തേക്ക് സർക്കാർ വാഹനത്തിൽ കടത്തിയത്? മറ്റൊരു മന്ത്രിക്കും വരാത്ത മതഗ്രന്ഥങ്ങൾ ഈ മന്ത്രിക്ക് മാത്രം വന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ജലീലിന് മറുപടി ഇല്ലാത്തതും എന്തുകൊണ്ടാണ്? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. മന്ത്രിക്ക് പണി കള്ളക്കടത്തും. CMPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ CP ജോൺ, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, LDFിൽ നിന്ന് ശ്രീ പാലോട് സന്തോഷ് എന്നിവരാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് പോകാം. ആദ്യം ഞാൻ ശ്രീ പാലോട് സന്തോഷിലേക്ക്. ശ്രീ പാലോട് സന്തോഷ്, മന്ത്രി KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സത്യം മാത്രം വിജയിക്കും എന്ന് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട മന്ത്രി എന്തിനാണ് അസത്യം മാത്രം പ്രവർത്തിച്ചതും അസത്യം മാത്രം പറഞ്ഞതും എന്ന ചോദ്യത്തിന് താങ്കൾ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഔദ്യോഗിക വാഹനം അത് അരൂർ വരെ മാത്രം പോകുന്നു. പോലീസിൻ്റെ എസ്കോർട്ട് അരൂർ വരെ മാത്രം മതിയെന്ന് മന്ത്രി പോലീസിനെ അറിയിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് നേരത്തെ നമ്മൾ ആമുഖമായി പറഞ്ഞ അരൂരിലെ വിവാദ വ്യവസായി അനസിൻ്റെ വീട്ടുമുറ്റത്ത് കാർ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ, അതായത് മോട്ടോർ വാഹന വകുപ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അനസിൻ്റെ കാറിൽ ഒരു മന്ത്രി ഒളിച്ചും പാത്തും EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പോകുന്നു. തൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ, താൻ അസത്യമായി ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറയാമായിരുന്നു. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടെങ്കിലും വൈകിട്ട് 5 മണിക്ക് മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിച്ചപ്പോൾ മന്ത്രിക്ക് പറയാമായിരുന്നു, അവർക്ക് ചില സംശയങ്ങളുണ്ട്, ഞാനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധത്തിൽ മതഗ്രന്ഥങ്ങളുടെ വരവിൽ അവർക്ക് ചില ക്ലാരിഫിക്കേഷൻസ് നൽകേണ്ടതുണ്ടായിരുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകി എന്ന് മന്ത്രിക്ക് പറയാമായിരുന്നു. അതിന് പകരം ഞാൻ എവിടെയും പോയിട്ടില്ല, ED തന്നെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം സംസ്ഥാനത്തെ ഒരു മന്ത്രി, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി പറഞ്ഞത് എന്തിനാണ്? അതിനുള്ള വിശദീകരണം ആദ്യം. ED വിളിച്ചത് എന്ന് പറയുന്നത് ചോദ്യം ചെയ്തതാണ്.
ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. നമുക്കറിയാം ആരെല്ലാം ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലെ ഗതാഗത വകുപ്പ് മന്ത്രി 7 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഒരാളെ കുറ്റവാളിയാക്കി ഇന്നലെ കള്ളം പറഞ്ഞു എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. അദ്ദേഹം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അദ്ദേഹത്തിനെ പ്രതി ചേർക്കുകയോ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹം ഇ ഡി എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പരിധിയിൽ വരുന്നതാണ്, ഗവൺമെൻറ് പരിധിയിൽ വരുന്നതാണ്, ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ് അല്ല. ഇ ഡി വിളിച്ചു, 2 മണിക്കൂർ ചോദ്യം ചെയ്തു, പോയി. അപ്പോൾ ഇന്ന് എന്നോടൊപ്പം മന്ത്രിക്ക് പറയാമായിരുന്നല്ലോ, മലപ്പുറത്തെ വീട്ടിലാക്കിയാണ് നോട്ടീസ് കിട്ടിയത് എന്ന് മന്ത്രി ഇന്ന് പറഞ്ഞല്ലോ. മലപ്പുറത്തെ വീട്ടിൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഇന്നലെ മാധ്യമ പ്രവർത്തകർ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ ഒരു കേന്ദ്ര ഏജൻസി ഒരു സംശയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതിൻ്റെങ്കിലും പേരിൽ ഒരു മന്ത്രിയെ വിളിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അത് പത്രക്കാരോട് പറയണമെന്നില്ല. എന്തിനാ ആ ഉദ്യോഗസ്ഥർ എന്തിനാണ് മറച്ചു വെക്കുന്നത്? അല്ല, മറച്ചു വെച്ചുകൊണ്ട് മന്ത്രി KT ജലീൽ എന്താണ് നേടിയത്? ഞാൻ പറഞ്ഞു തീരട്ടെ. ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം ഏത് നിയമപ്രകാരം ഇ ഡി ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം, CBI ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെ എത്ര നേതാക്കളെ, നമ്മുടെ മുഖ്യമന്ത്രിയെ ജുഡീഷ്യൽ കമ്മീഷൻ 14 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടില്ലേ? ആരെല്ലാം ചോദ്യം ചെയ്തു? അത് ഒരു കാര്യം അവരുടെ വാഹനം ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറ്റിയിട്ട് തലയിൽ മുണ്ടിട്ട് ഒളിച്ചും പാത്തുമല്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പോയിട്ടുള്ളത്. താങ്കൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി അടക്കം അപ്രകാരമല്ല ചോദ്യം ചെയ്യലിന് പോയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇ ഡി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വിളിച്ചു വരുത്തുമ്പോൾ ജലീൽ രാജിവെക്കണമെന്ന് പറയുമ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒന്നും മറന്നു പോകരുത്, മുതിർന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? ഇത് BJPയുടെ രാഷ്ട്രീയ പ്രതികാരമാണ്, ഇ ഡിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശ്രീ പാലോട് സന്തോഷ്, ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്ന ഒറ്റ കാരണത്താൽ മന്ത്രി KT ജലീൽ രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മന്ത്രി എന്തിനാണ് ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത്? മാധ്യമപ്രവർത്തകർ ഇപ്രകാരം ഹാജരായോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഇല്ല എന്ന് മറുപടി പറഞ്ഞത്, പച്ചക്കള്ളം പറഞ്ഞത് എന്തിനാണ് എന്നത് മാത്രമാണ് തുടക്കത്തിൽ എൻ്റെ ചോദ്യം. അതിന് മറുപടി നൽകൂ. ഞാൻ അദ്ദേഹം കള്ളം പറഞ്ഞതോ മറ്റുള്ള കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കുക. ഞാൻ അക്കാര്യത്തിൽ മന്ത്രിയെ ന്യായീകരിക്കാനില്ല ഇടതുപക്ഷം. മന്ത്രി പച്ചക്കള്ളം പറഞ്ഞതിൽ ഇടതുപക്ഷം മന്ത്രിയെ ന്യായീകരിക്കാനില്ല. നിങ്ങൾ ചോദിച്ചതിന് മറുപടി ദയവായി ഞാൻ പറയുന്നു കേൾക്കുക. അല്ല, എന്റെ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കിട്ടിയില്ല. അതാ ഞാൻ പറയുന്നത് KT ജലീലിനെതിരെ ഏതെങ്കിലും രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി അദ്ദേഹം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ കേന്ദ്ര ഏജൻസിയല്ലേ, നിങ്ങൾ കേസെടുക്ക്. എന്തിനാണ് ഇക്കാര്യം മന്ത്രി മൂടിവെച്ചത്? എന്തിനാണ് ക്രിമിനൽ കേസിലെ പ്രതികളെന്നാ 4000-ഓളം പേര് ക്രിമിനൽ കേസിലെ പ്രതിയെന്നാ. അതുകൊണ്ട് ഇ ഡി ചോദ്യം ചെയ്ത ഉടനെ ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമാണ്? അദ്ദേഹം കുറ്റവാളിയാണ്. അദ്ദേഹം ഇ ഡി കേന്ദ്ര ഗവൺമെന്റ് ഇതാണല്ലോ, നിയന്ത്രണത്തിലുള്ളതാണല്ലോ. എന്തിനാണ് നിങ്ങൾ M ശിവശങ്കറിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത്? കുറ്റാരോപിതനായിരുന്നു, കുറ്റവിമുക്തനാകുന്നവരേക്കും പുറത്തു നിൽക്കണം എന്ന് M ശിവശങ്കറിനോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ്? മന്ത്രി E.P. ജയരാജന്റെ രാജി എഴുതി വാങ്ങിച്ചത് എന്തിനാണ്? മന്ത്രി AK ശശീന്ദ്രന്റെ രാജി എഴുതി വാങ്ങിച്ചത് എന്തിനാണ്? എന്താണ് നിങ്ങൾ ഇത് താരതമ്യം ചെയ്യുന്നത്? എങ്ങനെയാണ് മറ്റു മന്ത്രിമാർ രാജിവെച്ച അന്നത്തെ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? അന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായി അറിയാലോ. അതെല്ലാം ഇത് അത്ര ഗൗരവമില്ലാത്ത വിഷയവുമായി ഇടതുപക്ഷത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് അത്ര വലിയ സംഭവമാണോ എന്നാണ് ഇന്ന് മന്ത്രി M മണി ചോദിച്ചത്. ഇതെങ്ങനെയാണ് വലിയ സംഭവമല്ലാതായി മാറുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ശ്രീ പാലോട് സന്തോഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രി എന്ന കുപ്രസിദ്ധ ഇന്ന് മന്ത്രി KT ജലീലിന്. ഇതിൽ ഗൗരവം കാണാതെ പോകുന്നത് എന്ത് കാരണത്താലാണ്?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും ഇത് പറയുന്നുണ്ടല്ലോ, ഇന്ന് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഒരു ചർച്ചയിൽ ഞാൻ കണ്ടു 24-ൽ. ആ 24-ലെ ചർച്ചയിൽ ഗോപാലകൃഷ്ണനോട് ഡോക്ടർ അരുൺ ചോദിച്ചല്ലോ, ഒരു ടി വിയുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ആ ജീവനക്കാരനെതിരെ, അതായത് ജനം ടിവിയിലെ ജീവനക്കാരൻ്റെ പരാമർശം വന്നല്ലോ. ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതാണല്ലോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, രാഷ്ട്രീയ അജണ്ടയുമായി മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാരനെതിരെ പരാമർശമുണ്ടായാൽ അദ്ദേഹം കുറ്റവിമുക്തനാകുന്നവരെ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സാമാന്യ നീതിയുടെ പ്രശ്നമുണ്ട്, ജനാധിപത്യ മര്യാദയുടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇ.പി. ജയരാജനിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ചു, എ.കെ. ശശീന്ദ്രനിൽ നിങ്ങൾ അടിച്ചേൽപ്പിച്ചു, എം. ശിവശങ്കരനെ പുറത്തു നിർത്തി. എന്താണ് കെ.ടി. ജലീലിനോട് മാത്രം ഇത്ര പ്രണയം? എന്തിനാണ് ജലീലിന് മീതെ ഇത്ര തലോടൽ? ജനാധിപത്യ മുന്നണി എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലൊരു ഏതെങ്കിലും പരാമർശം വന്ന ഉടനെ, അല്ലെ ഇ.ഡി. 2 മണിക്കൂർ ചോദ്യം ചെയ്ത ഉടനെ അദ്ദേഹം കുറ്റക്കാരനാണ്, മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഏത് ഭരണഘടനയാണ്, ഏത് നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ടാണ് പറയുക? ഇതൊരു സത്യവിരുദ്ധമായ ഈ സമരങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിൽ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു സ്വപ്നയുമായി കൗൺസിലേറ്റുമായി ബന്ധപ്പെട്ട് വന്നതിൽ എനിക്കറിയാം, അതെല്ലാം പറഞ്ഞല്ലോ. പിന്നെ ഗോപാലകൃഷ്ണൻ അന്ന് ചർച്ചയിൽ ചോദിക്കുന്ന കേട്ടു, എന്താണ് ഇ.ഡി. പറഞ്ഞത് എന്ന്. അത് കെ. സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് എന്തുകൊണ്ട് ജലീൽ പറയുന്നില്ല? അതെന്തിനാ പറയണത്? അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന മറുപടിക്ക് മാധ്യമങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല. കാര്യം എന്താ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് പാലോട് സന്തോഷ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ആയതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നത്. പാലോട് സന്തോഷിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഇപ്പോൾ വൈകിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശ്രീജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇ.ഡി. രാഷ്ട്രീയമായി രാജ്യത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ഒരു മന്ത്രിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത കാര്യം പരസ്യപ്പെടുത്തിയത് അസാധാരണമായ നടപടിയാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന. ഇതത്രയും അസാധാരണമായ ഒരു നടപടിക്രമമായി ശ്രീജിത്തിന് തോന്നുന്നുണ്ടോ? അല്ല, അത് അസാധാരണമായിട്ടുള്ള ഒരു നടപടിക്രമമാണെന്ന് കരുതാൻ വയ്യ. ഒരുപക്ഷെ ഇ.ഡി. എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു ഏജൻസി ആയതുകൊണ്ടും ഒരു കാലത്തും ഒരുപക്ഷെ ഇനി കേന്ദ്രത്തിൽ ഭരണത്തിലേക്ക് വരില്ല എന്ന് LDF-ന് അല്ലെങ്കിൽ CPM-ന് അത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ടും ഒരുപക്ഷെ അവർക്ക് ഇ.ഡിയെ കുറ്റം പറയാം. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജലീലിനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജലീൽ രാജിവെക്കണമെന്ന് പറയുന്നത് അദ്ദേഹത്തെ ഇ.ഡി. ചോദ്യം ചെയ്തത് കൊണ്ടല്ല. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ പാലോട് സന്തോഷ് ആ രീതിയിൽ പറയുന്നത് കേട്ടു. ഇ.ഡി. ചോദ്യം ചെയ്തത് കൊണ്ടല്ല ശ്രീ ജലീൽ മാറി നിൽക്കണം, അദ്ദേഹം രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടണം മുഖ്യമന്ത്രി എന്ന് എന്നെ പോലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് 5 കുറ്റങ്ങളുണ്ട്. ആ 5 കുറ്റങ്ങളും ജലീൽ ചെയ്തു എന്നുള്ളത് ഇന്ന് പകൽ പോലെ വ്യക്തവുമാണ്. കൃത്യമായിട്ട് എണ്ണി പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീ ജലീൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇവിടേക്ക് വിദേശത്ത് നിന്നുള്ള കിറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണ കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിദേശ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരിക്കുന്നതിന്റെ ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ആള് പറയുന്നു സ്വപ്ന താങ്കളെ കോൺടാക്ട് ചെയ്യും എന്ന് പറയുന്നു. ഏത് സ്വപ്നയാണെന്ന് തിരിച്ചു ചോദിക്കുന്നു പോലുമില്ല. അപ്പോ അതിന് മുമ്പത്തെ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്ന ആരാണെന്ന് അറിയുന്നതായിരിക്കാം. അപ്പോൾ ഇത് പ്രധാനമായും നമ്മുടെ പ്രോട്ടോകോൾ വയലേഷൻ ആണ്. ഇത് ഒന്നാമത്തെ തെറ്റ്. ആ തെറ്റ് ഞാൻ ശ്രീ ജലീൽ ചെയ്തു എന്ന് പറയുന്നതിന്റെ കാരണം ആ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു ബന്ധം, അതായത് ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു എംബസിയുടെ അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റിന്റെ ഭാഗമായിരിക്കുന്ന ഒരാളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്താൻ, യാതൊരു അനുമതിയും കൂടാതെ ബന്ധവും പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അദ്ദേഹം പ്രാപ്തരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് വിലക്കിയിട്ടുള്ളതായതുകൊണ്ട് അത് അദ്ദേഹം തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കുറ്റമാണ്. ഇത് പകൽ പോലെ വ്യക്തമാണ്. 1. ഇനി 2, ഈ ബന്ധപ്പെട്ട ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിൽ തന്നെ ഉള്ള 70-ാമത്തെ, ഇതിന്റെ PDF നെറ്റിൽ കിട്ടുന്നതാണ്, അതിന്റെ 70-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് ഇതിൽ പറയുന്ന കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയും കിട്ടാത്ത കാര്യങ്ങളെ പറ്റിയും പറയുന്നു. അതിൽ കിട്ടാത്ത കാര്യത്തിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. അതിലുള്ള 70-ാമത്തെ പേജിലുള്ള 8-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, എക്സംഷൻ ക്ലിയറൻസസ് വിൽ നോട്ട് ബി ഇഷ്യൂഡ് ഫോർ ഫുഡ് സ്റ്റഫ്, ബെവറേജസ് ആൻഡ് അതർ ഐറ്റംസ് ഫോർ ഓർഗനൈസിംഗ് ചാരിറ്റി ഷോസ്, ചാരിറ്റി ബസാർസ്, ഫുഡ് ആൻഡ് വൈൻ പ്രൊമോഷൻ ഓർ ഫോർ ഡൊണേറ്റിംഗ് ടുവേർഡ്സ് ചാരിറ്റി സിൻസ് ദീസ് പ്രാക്ടീസസ് ആർ നോൺ ഇൻ കൺഫോമിറ്റി വിത്ത് ദ റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് ദി വിയന്ന കൺവെൻഷൻ. അപ്പോ
ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന്റെ സാധനങ്ങളൊന്നും തന്നെ ചാരിറ്റിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിന്റെ PDF-ന്റെ 70-ാമത്തെ പേജിലെ 8-ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സംഭവത്തിനെ പറ്റി അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ചാറ്റ് കോൺവെർസേഷനുകൾ അദ്ദേഹം തന്നെ പുറത്തുവിട്ടത്. അതുകൊണ്ട് കൃത്യമായി ഒരു ഏജൻസിയും അന്വേഷിക്കാതെ കൃത്യമായി നമുക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ മനസ്സിലാകുന്ന കാര്യമാണ് അദ്ദേഹം രണ്ടാമത്തെ തെറ്റും ചെയ്തു എന്നുള്ളത്. ഇനി മൂന്നാമത്, നമ്മളിവിടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന വിദേശത്ത് നിന്ന് പുസ്തകങ്ങൾ, അത് മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിന്റെ അതേ പേജിൽ തന്നെ ഞാൻ 8-ാമത്തെ പാരഗ്രാഫാണ് വായിച്ചത്. അതിന് തൊട്ട് മുൻപുള്ള 7-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, എക്സംഷൻ സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി ഇഷ്യൂഡ് ഫോർ ഇമ്പോർട്ടിംഗ് റിലീജിയസ് ബുക്സ് ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽ ഇഫ് സച്ച് മെറ്റീരിയൽ ഈസ് ഫോർ ഫ്രീ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡൊണേഷൻ. ഇവിടെ മലപ്പുറത്ത് കൊണ്ടുപോയതോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഏത് സ്ഥലത്തുമായിക്കോട്ടെ കൊണ്ടുപോയിരിക്കുന്നത് സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷനോ ഡൊണേഷനോ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങൾക്ക് എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പിന്നെ ടൂറിസം പ്രൊമോഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിനൊന്നും തന്നെ എക്സംഷൻ കിട്ടില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടില്ല എന്നും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കണം. 10 ടണ്ണോളം ഈന്തപ്പഴം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പറയണം എത്ര രൂപ ഡ്യൂട്ടി അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിതരണം ചെയ്യുന്നതിന് അത്രത്തോളം പണം മുടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എംബസിക്ക് അല്ലെങ്കിൽ ആ എംബസിയുടെ കോൺസുലേറ്റിന് വട്ടുണ്ടോ എന്നാണ് സാധാരണ ഒരാൾ ചോദിക്കുന്നത്. ഇനി ഇത് തന്നെയല്ല, നമ്മുടെ പ്രോട്ടോകോൾ ഡിക്ലറേഷൻ ഉണ്ട്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളുടെ പ്രോട്ടോകോൾ ഡിക്ലറേഷൻ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോം 7A എന്ന് പറഞ്ഞ് പബ്ലിക്കിന് വെബ്സൈറ്റിൽ നിന്ന് പോയി കാണാവുന്നതാണ്. അതിൽ പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷനിൽ കൊടുത്തുവിട്ടുന്ന വസ്തു എന്താണ്, ഏതാണ്, അല്ലെങ്കിൽ എന്തല്ല, ഏതല്ല എന്ന് പറയുന്നിടത്ത് പറയുന്ന ഒരു കാര്യം, that the goods being imported by me or the embassy are strictly for official personal use and not for sale, donation or promotional activities. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതിൽ തന്നെ പറയുന്നു. ഇനി ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, റിലീജിയസ് പുസ്തകങ്ങൾ കൊണ്ടുവരാൻ അനുവദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ അനുവദിക്കുന്ന ഭാഗത്ത് ഇത് പറയുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സിൽ എംബസിയുടെയോ കോൺസുലേറ്റിലെയോ ഉദ്യോഗസ്ഥർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ നിശ്ചിതമായിട്ടുള്ള അളവിൽ കൊണ്ടുവരാം. പക്ഷേ എക്സംഷൻ ക്ലിയറൻസ് ഇവർക്ക് കിട്ടില്ല, ഡ്യൂട്ടി അടയ്ക്കണം. ചെറിയ അളവിൽ അവർക്കിത് കൊണ്ടുവരാം. ചെറിയ അളവാണ് 4500 കിലോഗ്രാം എന്ന് എന്തായാലും ആരും പറയില്ല എന്നാണ്, ശ്രീ പാലോട് സന്തോഷം പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം ചെയ്തിരിക്കുന്ന 4-ാമത്തെ കുറ്റം. 3-ാമത്തെ കുറ്റം. ഇനി 4-ാമത്തെ കുറ്റം എന്ന് ഞാൻ പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ മതപരമായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു സർക്കാരാണ്, സെക്യുലർ ആണ് എന്ന് എപ്പോഴും പറയുന്നത് LDF ആണ്. അങ്ങനെയുള്ള സർക്കാർ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ മതഗ്രന്ഥങ്ങളൊക്കെ തന്നെ ശ്രീ ജലീൽ തന്നെ പറയുന്നതനുസരിച്ച് സിയാപ്റ്റിന്റെ അഥവാ സർക്കാരിന്റെ വാഹനത്തിൽ എന്തിനാണ് മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോയി വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസാണ്. സംസ്ഥാന സർക്കാരിന്റെ റിസോഴ്സസിനെ ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു എന്ന് നിശിതമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ചോദ്യം ചെയ്യപ്പെടലിന് വിധേയനായി എന്ന ഒറ്റക്കാരണം കൊണ്ടല്ല നമ്മൾ KT ജലീലിന്റെ രാജി ആവശ്യപ്പെടേണ്ടത്. അല്ലെ, ഈ 4 കാരണങ്ങൾ അതിനുള്ള മതിയായ കാര്യം കൂടിയുണ്ട് സുബീഷ്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അഞ്ചാമതൊരു കാര്യം കൂടിയുണ്ട്. അഞ്ചാമതുള്ള കാര്യം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇന്നലത്തെ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലുള്ള പല മാധ്യമങ്ങളിൽ നിന്നും ആളെ വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്ക് വിളിച്ചതായിട്ട് കൺഫേം ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. ശ്രീ ജലീലിനോട് ED ചോദ്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നയാൾ തന്റെ സ്വന്തം അറിവോടുകൂടി കള്ളത്തരം പബ്ലിക്കിനോട് പറയുന്നു. അങ്ങനെ പബ്ലിക്കിനോട് കള്ളത്തരം പറയുന്ന ഒരാൾ ചെയ്തിരിക്കുന്നത് തനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം, പഴയ കാര്യമല്ല, അന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പച്ചക്കള്ളം പറയുക എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യപ്രതിജ്ഞാ വിരുദ്ധമാണ്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? എന്ത് ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത്? മുൻപ് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന തോമസ് ചാണ്ടിയുടെ വിഷയമുണ്ട്, ശശീന്ദ്രന്റെ വിഷയമുണ്ട്, EP ജയരാജന്റെ വിഷയമുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ ഇല്ലാത്ത എന്തു പ്രത്യേകതയാണ് CPM അംഗം പോലും അല്ലാത്ത ശ്രീ ജലീലിന് ഉള്ളത്? അല്ലെങ്കിൽ എന്ത് സംരക്ഷണമാണ് നൽകുന്നത്? ഇവിടെ ശ്രീ പാലോട് സന്തോഷ് പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞു നിർത്താം. അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇത് ശിവശങ്കരനുമായി തുലനം ചെയ്യാൻ പറ്റില്ല എന്ന്. ശരിയാണ്, ശിവശങ്കരനുമായി തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം ശിവശങ്കരൻ എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം കേവലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനത്തിനാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത്.
അദ്ദേഹത്തിനെതിരെ ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി കണ്ടുപിടിച്ചിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് കുറ്റ ആരോപിതയായിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് ബന്ധം പുലർത്തി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് സർവീസ് ചട്ടത്തിന്റെ വിരുദ്ധതയല്ല എന്ന് അദ്ദേഹത്തിന് വാദിക്കാനായിട്ട് ഒരു മറുവാദമെങ്കിലും പറയാം. അപ്പൊ അതൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നേരെ മറിച്ച് ഇവിടെയുള്ളത് സത്യപ്രതിജ്ഞ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത് അധികാരത്തിലേറിയിരിക്കുന്ന ഒരു മന്ത്രിയാണ്. പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയനായിട്ടുള്ള ഒരു മന്ത്രിയാണ്. ജനാധിപത്യ മൂല്യങ്ങൾ ശിവശങ്കരനുള്ളതിനേക്കാൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടയാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അന്വേഷണങ്ങൾ കൃത്യമാവില്ല എന്ന അഭിപ്രായം 5 വർഷം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ സൂക്ഷിച്ചിരുന്ന ശ്രീ പിണറായി വിജയൻ ഇല്ലാതെ പോകുന്നതിന്റെ രഹസ്യം എന്താണ് എന്നുള്ളത് ചോദ്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളിൽ ജലീൽ കുറ്റക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേവലം ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി എന്ന ഒറ്റക്കാരണം കൊണ്ട് മാത്രമല്ല മന്ത്രി കെ.ടി. ജലീലിന്റെ രാജി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ വിശദമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട 5 കാരണങ്ങൾ ആ 5 കാരണങ്ങളാൽ മന്ത്രി കെ.ടി. ജലീൽ ജനകീയ വിചാരണ ചെയ്യപ്പെടുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവ്, അദ്ദേഹം കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് തൃശ്ശൂരിൽ പോലീസ് നടത്തിയ നരനായാട്ടിൽ കണ്ണിന് പരിക്കേറ്റ നിലയിൽ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജനം ഡിബേറ്റ് തുടരുമ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ ഇന്ന് പോലീസ് നടത്തിയ നരനായാട്ടിൽ കണ്ണിന് പരിക്കേറ്റ നിലയിലാണ് താങ്കൾ ഇന്ന്, വളരെ പ്രധാനപ്പെട്ട വിഷയമായതിനാൽ താങ്കൾ തന്നെ ഇന്ന് ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, കംഫർട്ടാണല്ലോ അല്ലേ? ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളുണ്ട്. ജലപീരങ്കിയുടെ ശക്തമായിട്ടുള്ള ആ സമ്മർദ്ദത്തിലുള്ള ജലം, അത് ഒരു ഈ ബാരിക്കൂഡിലെ മണലിന്റെ തരിയോ തുരുമ്പിന്റെ അംശവും മറ്റോ വന്ന് കണ്ണിൽ കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണി മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ഈ ബാൻഡേജ് വന്നിരിക്കുന്നത്. വലത് കണ്ണിനാണ്. പക്ഷേ അത് ശാരീരിക അവശത മാത്രമാണ്. ചുവന്ന പോലീസിന്റെ ലാത്തിക്കും ചുവന്ന പോലീസിന്റെ ജലപീരങ്കിക്കും ചുവന്ന പോലീസിന്റെ ഒരു കാരണവശാലും കീഴടങ്ങാൻ തയ്യാറല്ലാത്ത മനസ്സുമായിട്ട് 10,000-കണക്കിന് ചെറുപ്പക്കാരും 10,000-കണക്കിന് ജനങ്ങളും തെരുവിലാണ്. അവരുടെ കൂടെയാണ് ഞാനും. അതുകൊണ്ട് എന്റെ ശാരീരിക അവശതകൾ എനിക്ക് പ്രശ്നമേയല്ല. ഈ പോലീസുകാരന്റെ മർദ്ദനത്തിലൊന്നും കീഴടങ്ങുന്ന പ്രസ്ഥാനമല്ല സംഘപരിവാർ പ്രസ്ഥാനം, ഭാരതീയ ജനതാ പാർട്ടി എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇന്ന് മന്ത്രി എം മണി പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നാണ് ഇന്ന് എം മണി പറഞ്ഞത്. ഇടതുപക്ഷവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം മന്ത്രി കെ.ടി. ജലീലിനെ സംരക്ഷിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പേരുകാരായ മന്ത്രിമാർക്കൊന്നും ലഭിക്കാതിരുന്ന പരിഗണനയും പരിലാളനവും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും CPM-ൽ നിന്നും മന്ത്രി കെ.ടി. ജലീലിന് മാത്രം ലഭിക്കാൻ കാരണമെന്താണ്? ഇതൊരു വലിയ സംഭവമായി ഇടതുപക്ഷത്തിനും CPM-നും തോന്നുന്നില്ല. പക്ഷേ ഇന്ന് പ്രധാനമായും സമരമുഖത്തുള്ളത് BJP-യാണ്. ഇതൊരു വലിയ സംഭവമായി BJP-ക്ക് തോന്നാൻ കാരണമെന്താണ്? ഒന്നാമത്തെ കാരണം, ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകികൾക്കുമെല്ലാം ഒരേ മനസ്സാണ്. 1, 2, 3 എന്ന് പറഞ്ഞ ആളുകളെ കട്ടെടുത്തവനും കൊടുക്കൽ വാങ്ങലിലൂടെ പണമുണ്ടാക്കാനും സ്വത്തുണ്ടാക്കാനും ഭൂമിയൊക്കെ വെട്ടിപ്പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സൊരേ പോലെയാവും. അവരൊരുമിച്ചാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എം മണി അത് പറഞ്ഞില്ലെങ്കിലല്ലേ, എം മണി മാത്രമല്ല മുഖ്യമന്ത്രിയും അത് പറയും. കാരണം ഇവരൊക്കെ സമാനമായി ചിന്തിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും എനിക്ക് വളരെയേറെ കൗതുകം തോന്നിയ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ഇന്നലെ ചർച്ചയിൽ ഒരു ചാനലിൽ ഇരിക്കുമ്പോഴായിരുന്നു കെ.ടി. ജലീലിന്റെ ട്വീറ്റ് വന്നത്, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നത്. അത് സത്യം ജയിക്കും, സത്യം മാത്രം ജയിക്കും. ഇത് പറഞ്ഞതാരാ? കെ.ടി. ജലീൽ. പക്ഷെ കെ.ടി. ജലീൽ എന്താ ചെയ്തത്? നിങ്ങളെ ഇന്ന് ഇ.ഡി വിളിച്ചോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ കളവ് പറഞ്ഞ മനുഷ്യൻ, മാധ്യമപ്രവർത്തകരെ കാണാതെ തലയിൽ മുണ്ടിട്ട് പതുങ്ങി ആരും അറിയാതെ ജീൻസും ഷർട്ടും ഇട്ട് ഇ.ഡിയുടെ ക്വസ്റ്റ്യനിങ്ങിന് പോയവൻ, ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറെ പോലെ. ഇന്റർനാഷണൽ സ്മഗ്ലർ എന്ന് പറയാനുള്ള കാരണമുണ്ട്.
കാരണം ഈ സ്മഗ്ലിംഗ് ഒക്കെ നടത്തുന്ന ആളുകളാണ്. ഒരു കാറ് ഒരിടത്തിട്ട് വേറൊരു കാറിൽ കയറും, അത് കഴിഞ്ഞ് വേറൊരു വേഷം ധരിച്ച് അതും ആരും അറിയാതെ അങ്ങനെ തലയിൽ മുണ്ടിട്ട് മിണ്ടാതെ കയറുക. അങ്ങനെ കയറിയ ആളാണ്. അതായത് ഒന്നാം തരം ഇന്റർനാഷണൽ സ്മഗ്ലറുടെ ലക്ഷണമൊത്ത മുഖം. അത് കഴിഞ്ഞ് വെളിയിൽ വന്നിട്ട് സ്വത്ത് പ്രഖ്യാപിക്കുക. ഇതെന്താ ഈ നാട് വെള്ളരിക്കപ്പെടണോ? അപ്പൊ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലർ ആണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൊണ്ട് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും ശരി, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇടപാടുകളിലാണെങ്കിലും ശരി, ED ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കിലോഗ്രാമിന്റെ വ്യത്യാസം പറഞ്ഞിരിക്കുന്നു, ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഒരു മന്ത്രിയാണ്. ആ മന്ത്രി ഇപ്പം സുബേഷിനെയാണ്, എന്നെയാണ്, അല്ലെങ്കിൽ വേറൊരാളെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ബിനീഷ് കൊടിയേരിയെയും അതുപോലെ അനിൽ നമ്പ്യാരെയും ഒക്കെ ചോദ്യം ചെയ്തു. അനിൽ നമ്പ്യാര് തലയിൽ മുണ്ടിട്ടാണോ പോയേ? അനിൽ നമ്പ്യാരെ ആരും അറിയാതെ പരിങ്ങിട്ടാണോ പോയത്? അനിൽ നമ്പ്യാർ ഏതെങ്കിലും കാറിൽ വന്ന് ആ കാറ് മാറ്റി വെച്ച് വേഷപ്രച്ഛന്നനായിട്ടാണോ പോയത്? അല്ലല്ലോ. എന്താ കാരണം? ഇവരൊക്കെ പോയത് എല്ലാവരും കണ്ടു, അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. ബിനീഷ് പോയത് എന്താ വെച്ചാൽ അച്ഛൻ കൊടിയേരിയുടെ ശക്തി എനിക്കുണ്ടെന്നുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. പക്ഷെ ഇവരൊക്കെ പോയത് എല്ലാവരും കണ്ടു. എന്തേ ഈ മന്ത്രി മാത്രം മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ തലയിൽ മുണ്ടിട്ട് പോയത്? എന്തുകൊണ്ടാണ് തലയിൽ മുണ്ടിട്ട് പോയത്? എന്തുകൊണ്ടാണ് കളവ് പറഞ്ഞത്? ഒരു മന്ത്രിക്ക് ഭൂഷണമാണോ കളവ് പറയുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ വേണോ? അടിസ്ഥാനപരമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ ഇവിടെ 4-5 കാരണങ്ങൾ പറഞ്ഞു. ഞാനൊരു കാരണം, ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അധികാരത്തിൽ വന്നത് എങ്ങനെയാ? ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വന്നത് വലതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസ്, അങ്ങനെയാണല്ലോ പറയാ, ആ കോൺഗ്രസ് ചെയ്ത കൊള്ളരുതായ്മ, അതായത് സരിതയുടെയും അതുപോലെ കള്ളക്കടത്തിന്റെയും അതേപോലെ പല അഴിമതിയെല്ലാം കഥകൾ പറഞ്ഞ്, സരിതയുടെ പേര് പറഞ്ഞ് അഴിമതിയില്ലാത്ത ഒരു ഭരണം ഈ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത്. അവതാരങ്ങൾ ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടാണല്ലോ വന്നത്. ഒരു അഴിമതിയും ഞങ്ങളുടെ പേരിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. പക്ഷെ അവതാരങ്ങൾ കയറി മുഖ്യമന്ത്രിയുടെ വാസസ്ഥലം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരങ്ങി സകല അഴിമതികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവ് ഓരോ ദിവസം ചെല്ലും തോറും വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇദ്ദേഹം പറയുന്നത് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഖുർആൻ ഈ കേരളത്തിൽ ഖുർആൻ കിട്ടാനില്ലേ? ഈ കേരളത്തിൽ നിന്ന് ഖുർആൻ വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഖുർആൻ ഇറക്കുമതി ചെയ്യാൻ ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു? ആര് ചോദിച്ചു? ഏത് സംഘടന ചോദിച്ചു? എന്തിനു വേണ്ടി കൊണ്ടുവന്നു? എവിടെയൊക്കെ വിതരണം ചെയ്തു? എത്രയാണ് കിലോഗ്രാം? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏറ്റവും അവസാനം 20 കിലോയുടെ വ്യത്യാസവും വന്നിട്ടുണ്ട്. അപ്പോ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഉത്തരങ്ങളൊന്നുമില്ല. എന്തിനാണ് സിയാപ്റ്റിലേക്ക് പോയത്? സിയാപ്റ്റിൽ നിന്ന് മലപ്പുറത്തേക്ക് പോയി എവിടെ വിതരണം ചെയ്തു? എന്തിനാണ് ബാംഗ്ലൂരിൽ പോയത്? നമുക്കറിയാമല്ലോ, ബലാത്സംഗം ചെയ്ത ആ ആംബുലൻസിന്റെ GPS അത് വർക്ക് ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ ഒരു പ്രത്യേക വീടിന്റെ മുമ്പിൽ പോയപ്പോ ഈ KT ജലീലുമായി ബന്ധപ്പെട്ട ഈ വണ്ടിയുടെയും GPS വർക്ക് ചെയ്തില്ല. ഇനി അടിസ്ഥാനപരമായ പ്രശ്നം, പ്രോട്ടോകോൾ ലംഘനമോ അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചോ ചർച്ച ചെയ്താൽ ഈ വിദേശ നയതന്ത്ര മേഖലയിലെ നിയമങ്ങൾ ലംഘിച്ചിട്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു അതിഥിയിലേക്ക് പോയതിനു ശേഷം തിരിച്ചെത്താം. താങ്കൾ അല്പം വെള്ളം കുടിച്ച് ഒരു 2 മിനിറ്റ് വിശ്രമിക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. താങ്കൾ ഈ അവസ്ഥയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും വലിയ മനപ്രയാസം ഉണ്ടാകുന്നുണ്ട്. ശ്രീ പാലോട് സന്തോഷ്, ഈ അവസ്ഥയിലാണ് അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട വിഷയം ആയതുകൊണ്ടാണ് അദ്ദേഹം BJPയുടെ സംസ്ഥാന വക്താവാണ്, അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടല്ലോ, പിണറായി വിജയൻ്റെ പോലീസ് കാണിച്ച പണിയാണ്. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ മുഴുവൻ ഇപ്രകാരം തല്ലിച്ചതയ്ക്കാം, കണ്ണടിച്ച് പൊട്ടിക്കാം എന്നാണോ പിണറായി വിജയൻ്റെ ഭരണകൂടം കരുതിയിട്ടുള്ളത്? സുബീഷേ, 38 കേസ് പറഞ്ഞ് 6 പ്രാവശ്യം ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ സമരത്തിൻ്റെ പേരിൽ. എനിക്ക് ശരിയായി ഇരിക്കാൻ പോലും കഴിയാത്തൊരു ശാരീരിക അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ ഇടതുപക്ഷ യുവജന സമിതിയിലെ കൺവീനറായത് ഉൾപ്പെടെ സമരങ്ങൾ ചെയ്തിരുന്നു. സമരത്തിൽ സ്വാഭാവികമായ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് നേരിടാറുണ്ട്. അത് അപകടത്തിലേക്ക് പോവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇടതുപക്ഷത്തിന് അപ്രകാരം പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ബിജെപിയുടെ നേതാക്കളെ തല്ലി ഒതുക്കാമെന്നാണോ വിചാരിച്ചിട്ടുള്ളത്? ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് അപ്രകാരം പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി UDF ഭരിക്കുമ്പോൾ, ശരിയാണ്, UDF ഭരിക്കുമ്പോൾ നിങ്ങൾ സമരത്തിനിറങ്ങിയിട്ടുണ്ട്, അപ്പോഴൊക്കെ നിങ്ങൾക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകാം. അത് കരുതി ബിജെപിയുടെ നേതാക്കളെ മുഴുവൻ തല്ലി ഒതുക്കാം, അടിച്ച് കണ്ണ് പൊട്ടിക്കാം എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? സുബീഷ്, ദയവായി അവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ താങ്കൾ ഇടപെട്ടില്ല. എനിക്ക് പറയാനുള്ള ഒരു തീർച്ചയായിട്ടും ഞാൻ അക്രമങ്ങളെ ന്യായീകരിക്കുന്നില്ല, ഒരക്രമവും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹത്തിനുണ്ടായ അപകടം നടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പോലീസ് അക്രമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇന്നും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു സമരത്തിൻ്റെ മാർഗവുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് CP ജോൺ വരുമ്പോൾ 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. CP ജോണിനെ കാണാത്തതുകൊണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഇവിടെ സംഭവിച്ചത് എന്താ? ഇപ്പോൾ മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൻ്റെ ഗ്രന്ഥത്തിനായാലും മൂല്യങ്ങളുണ്ട്. ഇവിടെയുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? എൻ്റെ മതങ്ങളിൽ മാത്രം മൂല്യമുണ്ട്, മറ്റു മതങ്ങളിൽ മൂല്യമില്ല. എല്ലാ മതങ്ങളിലും മൂല്യമുണ്ടെന്നും എല്ലാവരിലും സ്നേഹമുണ്ടെന്നും എല്ലാവരിലും ആത്മാർത്ഥതയുണ്ടെന്നും ഒക്കെ കാണുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു രാജ്യമായതുകൊണ്ടാണ് ഈ രാജ്യത്തിന് സെക്യുലർ എന്ന് പറയുന്നത്, മതേതരം എന്ന് പറയുന്നത്. അങ്ങനെ സെക്യുലറിസം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിൽ എന്തിനാണ് ആ മന്ത്രിക്ക് മാത്രം ഒരു പ്രത്യേക മതത്തിന്റെ ഗ്രന്ഥങ്ങൾ വന്നത്? ആ മന്ത്രിക്ക് മാത്രം, മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കാർക്കും ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വന്നില്ലല്ലോ. അത്രയും അമൂല്യമായ, ഇവിടെ കിട്ടാത്ത ഒരു ഗ്രന്ഥമാണെങ്കിൽ ശരി, വരട്ടെ. പക്ഷേ നമ്മൾ ഏത് മതഗ്രന്ഥങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു മന്ത്രിക്ക് മാത്രം ആ മതഗ്രന്ഥങ്ങൾ കിട്ടിയത് എന്തുകൊണ്ടാണ്? സർക്കാർ വാഹനത്തിൽ ഏത് മതവുമാകട്ടെ ആ മതത്തിന്റെ ഗ്രന്ഥം സർക്കാർ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയതിന് പിറകിലെ ദുരൂഹത എന്താണ്? ഇപ്പോഴും ബാഗേജിൽ എന്താണ് എന്ന് തനിക്കറിയില്ല എന്നാണ് KT ജലീൽ പറയുന്നത്. തനിക്കറിയാത്ത ഒരു വസ്തു സിയാപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ മറുപടിയെങ്കിലും ജലീൽ ഈ ജനങ്ങളോട് പറയണ്ടേ? പാലോട് സന്തോഷ്, എന്നെ ഒന്ന് ദയവായി താങ്കൾ പറയാൻ അനുവദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മതഗ്രന്ഥങ്ങൾ ഏതു മതങ്ങൾക്കും എല്ലാ മതങ്ങൾക്കും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കുവാനും അധികാരമുണ്ട്. ഒരു മതത്തിനും കേന്ദ്രീകൃതമായ ഒരു താല്പര്യം അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ അധികാരമോ അല്ലെങ്കിൽ അവകാശമോ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, CPMന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ CPMന്റെ സഹയാത്രികനാണ്. അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും മതങ്ങളുമായി അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ സെക്യുലറിസം അല്ലേ ഒരു മന്ത്രി പാലിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ കൊണ്ടുപോകണം. ആഹാമല്ലോ, ഇതിന് അധികാരമുണ്ടല്ലോ സുബീഷ്. എന്റെ പേര് പാലോട് സന്തോഷ്. ഡ്യൂട്ടി അടക്കണം, ഞാനൊരു ഹിന്ദു. ഇളവോടെയല്ല, നികുതി ഇളവോടെയല്ല. സുബീഷ്, എൻ്റെ പേര് പാലോട് സന്തോഷ് എന്നാണ്. ഞാൻ പൊന്നാനി പോയി 5 നേരം അവിടെ പോയി സുന്നത്ത് നടത്തി 5 നേരം നമസ്കരിച്ചാൽ എൻ്റെ പേര് അബൂബക്കറായി. ചർച്ചിൽ പോയി കുർബാന നടത്തി എൻ്റെ പേര് ക്രിസ്തുവാസായി. അതാണ് ഇന്ത്യയുടെ മതസംസ്കാരം. ഇന്ത്യയിലെ സെക്കുലർ ഒരു മുസൽമാനായാലും ഒരു ക്രിസ്ത്യാനി ആയാലും ഏത് മതത്തിൽപ്പെടുന്ന ആളായാലും ശരി, മറ്റു മതങ്ങളെ വിശ്വസിക്കാം, മറ്റു മതങ്ങളെ ബഹുമാനിക്കാം. അങ്ങനെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എന്തോ പറയാനുണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? പെട്ടെന്ന്. അല്ല, ഞാൻ സുബീഷിനോടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ തന്ത്രപൂർവം ഈ വിഷയത്തെ അദ്ദേഹം ഖുർആനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ തന്ത്രത്തിൽ നമ്മൾ വീഴേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, KT ജലീൽ രാജിവെക്കുമോ ഇല്ലയോ? എന്തിനാണ് രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നതെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തത്? എന്തിനാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ വ്യക്തിയെ ED ചോദ്യം ചെയ്തപ്പോൾ ജനം ചാനലിലേക്ക് നിങ്ങൾ മാർച്ച് ചെയ്തത്? എന്തിനാണ് ബില്ലിംഗ്ടൺ 1967 ബില്ലിംഗ്ടനെ കുറിച്ച് ഒരുപക്ഷെ താങ്കൾ കേട്ടിട്ടുണ്ടാവും. ആ ബില്ലിംഗ്ടൺ 500 രൂപ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിംഗ്ടനെ EMS മന്ത്രിസഭയില പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകളാണ് നേതൃത്വം നൽകിയത്. അങ്ങനെയാണല്ലോ അച്യുതമേനോൻ വരുന്നത്. അതിലെ ചരിത്രം. എന്തിനാണ് PJ ജോസഫ് വിമാനത്തിൽ പോയി കൈവച്ചു പറഞ്ഞ് PJ ജോസഫിനെ പുറത്താക്കിയത്? എന്തിനാണ് EP ജയരാജനെ, ഞാൻ ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് വേണ്ട, EP ജയരാജനെ, ശശീന്ദ്രനെ എന്തിനാ മാറ്റി നിർത്തിയത്? ഇവർക്കൊന്നും കൊടുക്കാത്ത ഒരു സമീപനം, ഒരു നീതി നിങ്ങൾ എന്തിനാ ഈ KT ജലീലിനോട് കാണിക്കുന്നത്?
ടി ജലീൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കള്ളക്കണക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മന്ത്രിയെ ഇഡി ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇതേപോലെ നാണം കെട്ട ഒരു സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? രാജിവെച്ച് മാറി നിൽക്കുക. എന്നിട്ട് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധനാണെങ്കിൽ തിരിച്ചു വരിക. ഇതല്ലേ CPM-ന്റെ സമീപനം? അതാണ് കെ ടി ജലീൽ കാണിക്കേണ്ടിയിരുന്ന ജനാധിപത്യപരമായ മര്യാദ. അതാണ് ഒരു മന്ത്രിയിൽ നിന്നും സാമാന്യ സമൂഹം പ്രതീക്ഷിക്കുന്നതും. ശ്രീ CP ജോൺ കൂടി ഈ ചർച്ചയിലേക്ക് ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.